നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് വാളയാറിൽ ഛത്തീസ്ഗഡ് ബിലാസ്പൂർ സ്വദേശി രാംനാരായണനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ പ്രതികളിൽ 4 പേർ BJP അനുഭാവികളെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. 1, 2, 3, 5 പ്രതികളാണ് BJP അനുഭാവികൾ. കേസിലെ 4ാം പ്രതി ആനന്ദൻ CITU പ്രവർത്തകനാണെന്നും റിപ്പോർട്ടിലുണ്ട്. പ്രതികളെ കാണാൻ വാളയാർ സ്റ്റേഷനിൽ സുബൈർ കേസിലെ പ്രതി ജിനീഷ് എത്തിയതായും വിവരമുണ്ട്. ഇതിന്റെ നിർണായക തെളിവുകൾ പോലീസിന് ലഭിച്ചു. കൊല്ലാനുള്ള ഉദ്ദേശത്തോടെയാണ് രാംനാരായണനെ പ്രതികൾ ആക്രമിച്ചതെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. രാംനാരായണന്റെ മുതുകിലും തലയിലും പ്രതികൾ വടികൊണ്ടും കൈകൾ കൊണ്ടും അടിച്ചു. 1ാം പ്രതിയായ അനുവും 2ാം പ്രതിയായ പ്രസാദുമാണ് ഇത്തരത്തിൽ മർദ്ദിച്ചതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 3ാം പ്രതിയായ മുരളി രാംനാരായണന്റെ മുഖത്ത് കൈകൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു. 4ാം പ്രതിയായ ആനന്ദൻ രാംനാരായണന്റെ വയറുഭാഗത്ത് കാലുകൊണ്ട് ചവിട്ടുകയാണ് ചെയ്തത്. 5ാം പ്രതി ബിബിനും സമാനമായ അതിക്രമമാണ് നടത്തിയത്. ഇയാൾ രാംനാരായണന്റെ തലയിൽ കൈകൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത്. സാക്ഷിമൊഴികളിൽ നിന്നും വീഡിയോ പരിശോധിച്ചതിൽ നിന്നുമാണ് ഈ നിഗമനത്തിലെത്തിയതെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. PV അൻവറും CK ജാനുവും UDFിൽ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ UDF യോഗത്തിൽ ധാരണയായി. കേരള കോൺഗ്രസ് എം നിലപാട് പറയട്ടെ എന്നും യോഗം വ്യക്തമാക്കി. അങ്ങോട്ട് പോയി ചർച്ചയില്ല എന്നാണ് തീരുമാനം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഒരുങ്ങാനുള്ള തീരുമാനത്തിലാണ് UDF. സീറ്റ് വിഭജനം നേരത്തെ തീർക്കും. ജനുവരിയിൽ സീറ്റ് വിഭജനം തീർക്കാൻ യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും നോട്ടീസ്. KSRTC ഡ്രൈവറെ മർദ്ദിച്ച സംഭവത്തിലാണ് കോടതി നടപടി. മുൻ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ യദു പരാതി നൽകിയിരുന്നു. പിന്നാലെയാണ് നടപടി. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. കേസിൽ വിശദീകരണം നൽകാനാണ് കോടതി നോട്ടീസ് അയച്ചത്. പ്രവർത്തകർക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ ഇരച്ചു കയറിയെത്തി SIക്ക് നേരെ CPM നേതാവിന്റെ കൊലവിളി. SIയുടെ മേശപ്പുറത്ത് വാഴയിലയിൽ അവലും മലരും പഴവും വെച്ചായിരുന്നു നേതാവിന്റെ കൊലവിളി. കൊല്ലം കോർപ്പറേഷനിലെ പള്ളിമുക്ക് ഡിവിഷൻ കൗൺസിലറായിരുന്ന M സജീവാണ് ഇരുപുരം പോലീസ് സ്റ്റേഷനിൽ കയറി SI RU രഞ്ജിത്തിനെതിരെ കൊലവിളി നടത്തിയത്. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തു നിന്നും പടിയിറങ്ങുന്ന അതേ ദിവസമായിരുന്നു നേതാവിന്റെ അതിക്രമം. SI RU രഞ്ജിത്തിന്റെ മുറിയിലേക്ക് കയറിയ ശേഷം കൈവശം കരുതിയിരുന്ന വാഴയിലയിൽ പൊതിഞ്ഞ അവലും മലരും പഴവും SIയുടെ മേശപ്പുറത്ത് നിരത്തിവെച്ചു. കാര്യമന്വേഷിച്ച SIയോട് ഭീഷണി മുഴക്കി. കയ്യേറ്റത്തിന് ശ്രമിച്ചതായും പോലീസ് ആരോപിക്കുന്നു. സ്റ്റേഷനിലെ ഗ്രിൽ അടിച്ചു തകർക്കാനും ശ്രമം നടത്തിയെന്നാണ് ആരോപണം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വീണ്ടും പരോൾ. മുഹമ്മദ് ഷാഫിക്കും ഷിനോജിനുമാണ് പരോൾ ലഭിച്ചത്. 15 ദിവസത്തെ പരോളാണ് ലഭിച്ചത്. സ്വാഭാവികമായി നൽകുന്ന പരോളാണെന്ന് ജയിൽ അധികൃതർ പറയുന്നത്. കഴിഞ്ഞ ദിവസം കേസിലെ 4ാം പ്രതി TK രജീഷിന് പരോൾ അനുവദിച്ചിരുന്നു. 20 ദിവസത്തേക്കാണ് പരോൾ നൽകിയിരിക്കുന്നത്. ജനുവരി 10-ന് തിരിച്ച് ജയിലിലെത്തണം. കണ്ണൂർ സ്വദേശിയായ രജീഷ് എറണാകുളം ജില്ലയിലെ വിലാസമാണ് ജയിലിൽ നൽകിയിട്ടുള്ളത്. അതിനാൽ എറണാകുളം ജില്ല വിട്ടു പോകരുതെന്ന് പരോൾ വ്യവസ്ഥയിലുണ്ട്. 3 മാസത്തിനിടെ ഇത് 2ാം തവണയാണ് രജീഷിന് പരോൾ ലഭിക്കുന്നത്.